Roshnis food and life. എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എഗ് ബുർജിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലധികം എഗ് ബുർജി ഒന്നും ഇല്ല അല്ലേ? കാര്യം ഇത് കുറച്ച് മഹാരാഷ്ട്ര കഴിഞ്ഞിട്ട് കുറച്ച് നോർത്തിലോട്ടൊക്കെ പോകുമ്പോഴാണ് എഗ് ബുർജി കാണാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് സ്ട്രീറ്റ് ഫുഡിലെ മെയിൻ ഒരു ഐറ്റമാണ് നമ്മുടെ എഗ് ബുർജി എന്ന് പറയുന്നത്. അപ്പോൾ പാവ് വാങ്ങുവാണെങ്കിലും ബ്രെഡ് വാങ്ങുവാണെങ്കിലും ഈവൻ ചപ്പാത്തിയിലൂടെ ആണെങ്കിലും നമുക്ക് എഗ് ബുർജി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ധാബയിലൊക്കെ ചെല്ലുന്ന സമയത്ത് എഗ് ബുർജി അവിടുത്തെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ്. നമ്മുടെ നാട്ടിലാണ് അധികം എഗ് ബുർജി ഒന്നും കാണാത്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ് ബുർജിയാണ്. അപ്പം പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം സമയം ഒട്ടും കളയാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഗ് ബുർജി തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പം നമ്മുടെ എഗ് ബുർജി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട്. അപ്പം പാൻ ഒന്ന് ചൂടായി വരട്ടെ, നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഓയിൽ മാത്രമല്ല, ഞാൻ കുറച്ച് ബട്ടറോട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നത് ധാബയിലൊക്കെ കിട്ടുന്ന ഒരു ബുർജിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ബുർജി എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫുഡിൽ ഒരു മെയിൻ ഐറ്റമാണ് കേട്ടോ. പാകം ബുർജി ഒക്കെ പറയുന്നത് മെയിൻ ഐറ്റമാണ്. അപ്പം അവിടത്തേക്ക് ഒരു ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്യണം. അപ്പം നിങ്ങളിൽ ബട്ടർ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതായത് ചിലപ്പോൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അത് ഓപ്ഷനിലാണ്, ബട്ടറോ നെയ്യൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു 2 സവാള ചേർക്കുന്നുണ്ട്, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി ആയിട്ട് എടുത്തത്, അതിപ്പോ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ വട്ടത്തിൽ അരിഞ്ഞെടുത്ത പച്ചമുളകാണ് കേട്ടോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞ് ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ സവാള ആണെങ്കിലും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ആണെങ്കിലും നമ്മുടെ മുളകാണെങ്കിലും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ശരിക്കും ആ പെർഫെക്ഷനിൽ നമുക്ക് കിട്ടത്തുള്ളേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനപ്പോ നല്ല വലിപ്പമുള്ളൊരു തക്കാളി കേട്ടോ, ചെറുതായി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് അപ്പൊ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നൊരു പരുവാകുന്നിടം വരെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടി കേട്ടോ. ഒരു മഞ്ഞൾപ്പൊടി അല്പം ചേർത്ത് കൊടുക്കാം, നമുക്ക് കളറിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. അപ്പം മുളക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഞാനൊരു 1/2 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലാണെങ്കിലുണ്ടല്ലോ ചാറ്റ് മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം അതല്ലെങ്കിൽ ഇപ്പം ഗരം മസാല വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്ക് മസാലകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനെന്തായാലും മസാലയൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളെന്തായാലും ഉള്ളി വഴച്ചപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പിന് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റ് ആണ്.
അപ്പോൾ ഇനി നമുക്ക് ഉള്ള ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടിച്ചൊഴുക്കി നന്നായിട്ട് ചിക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുട്ടത്തോരനൊക്കെ വെക്കുന്ന പോലെ അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ കൊത്തി പൊരിച്ചെടുക്കുന്ന പോലെ ചിക്കി എടുക്കരുത്. ഇത് കുറച്ച് വെറ്റായിട്ടിരിക്കണം, കുറച്ച് നനവ് വേണം. എന്നാലും നമുക്ക് ചപ്പാത്തിയുടെയും നമ്മുടെ ബ്രെഡിന്റെയും പാവിന്റെയും ഒക്കെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മുട്ട പൊടിച്ചു വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. വലിയ കട്ടകൾ ഉണ്ടാകാനേ പാടില്ല. അപ്പം ചെറിയതായിട്ട് കിടക്കണം, ചെറിയ കറികളായിട്ട് കിടക്കണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി എഗ് ബുർജിയുടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എഗ് ബുർജി? അടിപൊളിയായിട്ടില്ലേ? ചപ്പാത്തിക്ക് പെർഫെക്റ്റ് കോംബോ ആണ് കേട്ടോ. അപ്പൊ നമ്മളാണെങ്കിൽ ബ്രെഡിന്റെ കൂടെയും കഴിക്കും, പാവിന്റെ കൂടെ, അങ്ങനെ എല്ലാത്തിന്റെയും കൂടെയും കഴിക്കും കേട്ടോ. അപ്പൊ ചോറിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെർഫെക്റ്റ് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിന്റെ കൂടെ ഒക്കെ തന്നെയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ പല സ്ഥലത്തും പല രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിപ്പം എൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും വിട്ടുപോകരുത് കേട്ടോ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലത്തെ നല്ല റെസിപ്പീസും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.